ആത്മീയ പോരാട്ടമുണ്ട്, പക്ഷെ അതിനൊരു നെഗറ്റീവ് സൈഡും നമ്മൾ തിരിച്ചറിയണം. വഴി കാണുന്നതെല്ലാം എനിക്കെതിരെ പോരാടുവാണ് എന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകരുത്. മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, പോരാടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാകരുത്. നിങ്ങൾ ശരിക്കും ഒരു ദൈവ പൈതലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഏതിനെയും ജയിക്കുവാനുള്ള കൃപ ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. അനേകരോട് ഞാൻ സംസാരിക്കണം, വളരെ വേദനയോടാണ് ഞാനിത് പറയുന്നത്. ചിലർ താമസിക്കുന്ന ഇടം, മോനെ ഇത് വിൽക്കണം, കാരണം ഇതിൻ്റെ അകത്ത് പിശാച് ഇരിക്കുവാണ്. ഇന്നൊരു പക്ഷേ നിങ്ങൾ പലരും ചിരിക്കും, പക്ഷേ എനിക്കറിയാം നിങ്ങളോട് പലരും ദൂത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഉപവാസ പ്രാർത്ഥന വെച്ച് ഇതിനെ ജയിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. നമുക്കിനിയും പോരാട്ടം ഇല്ലാത്ത ഒരു സ്ഥലം കിട്ടണമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോയാലേ പറ്റൂ. കാരണം ഇത് മൊത്തം എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് നമ്മൾ ജയിച്ചില്ലെങ്കിൽ ഇത് ആര് ജയിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു പോക്ക് വരവുണ്ട്, എൻ്റെ വീട്ടിൻ്റെ നടയിൽ കൂടെ പോക്ക് വരവുണ്ടെന്ന് പറയുമ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ, ദൈവമേ ഇത്രയും നാൾ വെളിച്ചം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിട്ടും ഈ പോക്ക് വരവ് എന്താ ഇതിലെ കൂടെ പിന്നെയും പോകുന്നതെന്ന് ആരും ചോദിച്ചില്ല അല്ലേ? പകരം നമ്മളപ്പോൾ പാസ്റ്ററിനോട് ചോദിക്കുന്നത്, പാസ്റ്ററെ 2 ദിവസം ഉപവാസം വേണം, പോക്ക് വരവ് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഞാൻ എൻ്റെ ഒരു സഹോദരനോട് ചോദിച്ചതായിരുന്നു, മോനേടാ ആ സ്ഥലം വിൽക്കണം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനേടാ ഞാൻ ഈ സ്ഥലം മേടിച്ച് എന്തോ ചെയ്യും? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത് വിൽക്കാനിരിക്കുകയാണ്. ആർക്കാ നിങ്ങൾ വിൽക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവം ഒരാളെ അയക്കണമെന്ന്. എന്തിനാ ഈ പോക്കുവരവുള്ള സ്ഥലം കൊടുക്കാൻ? നിങ്ങൾ എന്തിനാ വിൽക്കുന്നത്? നിങ്ങൾ നശിച്ചു. നിങ്ങൾ എന്തിനാ പുള്ളിക്ക് കൊടുക്കുന്നത്? ദൈവങ്ങളെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല പലതും. നമ്മൾ ഈ പോരാട്ടം എന്നൊക്കെ കേൾക്കുമ്പം നമ്മളങ്ങ് അകം കൊണ്ട് കത്തും. അത് സർവ്വസാധാരണമാണ് അല്ലേ? നമ്മുടെ സഭയ്ക്കകത്ത് ഒരു പൈശാചിക ശക്തി ഇപ്പോൾ വെളിപ്പെട്ടാൽ എല്ലാവരും ആത്മാവിലോ. എന്തായിരിക്കും കാരണം? ആത്മാവ് നിറഞ്ഞതുകൊണ്ടല്ല, നിങ്ങൾക്കൊരു പേടി, ദൈവം ഇതുവല്ല ഇനി എൻ്റെ ദേഹത്ത് കയറാം. ദൈവങ്ങളെ ഞാനിത് എടുത്തു പറയുന്നത്, പൗലോസ് ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ജഡരക്തങ്ങളല്ല നിങ്ങളുടെ പോരാട്ടം. എന്തൊക്കെ സംഭവിക്കുമ്പോഴും നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ ക്രിസ്തു ആര്? ഏത് ശക്തിയെയും ജയിക്കുവാൻ എൻ്റെ നാഥൻ ശക്തനാണ്.